ആദ്യം ശ്രീ ജ്യോതികുമാർ ചാമക്കാല, സംസ്ഥാനത്തിന് ഒരു റോളും ഈ വിഷയത്തിലില്ല എന്നു പറഞ്ഞ് കോൺഗ്രസ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എന്താണ്? ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് അധികാരമില്ലാത്ത ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ അതിന് ശക്തിയുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അത് അംഗീകരിക്കാതിരിക്കുക എന്ന നിലപാട് ഈ പൗരത്വ ഭേദഗതി നിയമത്തെ പ്രതിരോധിക്കുന്ന ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് എത്രമാത്രം ആത്മാർത്ഥതയുള്ളതാണ്? വേണു, നമുക്ക് ഈ രാജ്യത്തെ നിയമങ്ങളെ കുറിച്ചറിയാം, ഈ രാജ്യത്തെ സംസ്ഥാനങ്ങളുടെ അധികാരത്തെക്കുറിച്ചറിയാം, കേന്ദ്രത്തിൻ്റെ അധികാരത്തെക്കുറിച്ചറിയാം, രണ്ട് കൂട്ടർക്കുമുള്ള അധികാരത്തെക്കുറിച്ചറിയാം, ഭരണഘടനയെക്കുറിച്ചറിയാം, കോടതിയെക്കുറിച്ചറിയാം. അപ്പോൾ നമ്മൾ ഇന്ത്യയിലെ പൗരന്മാരെ സംബന്ധിച്ച് ഈ CAA-യുമായി ബന്ധപ്പെട്ട് ഞാനും താങ്കളുമൊക്കെ 2019-20 കാലഘട്ടങ്ങളിൽ എത്രയോ ദിവസമാണ് ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകൾ നടത്തിയിട്ടുള്ളത്. അപ്പോൾ CAA-യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അതിൻ്റെ പൊസിഷൻ എന്താണ് എന്ന് നമുക്കറിയാം. ഇവിടെ കേരളത്തിൽ നടപ്പിലാക്കില്ല. ഞങ്ങളെ സംബന്ധിച്ച് CAA എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ ഒരു നടപടിയാണ്. ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നത് 2019 കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ്, ഒരു ഡിസംബറിൽ കൊണ്ടുവന്നിട്ടുള്ള അമെൻമെൻറ്റ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല എന്ന നിലപാടിൽ ഒരു വ്യത്യാസവുമില്ല. ഞങ്ങൾ കോടതിയിൽ ഉൾപ്പെടെ പോരാട്ടം നടത്തുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇന്നും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും അദ്ദേഹം കോടതിയിലേക്ക് പോവുകയാണ്. നേരത്തെയുള്ള കേസുണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ഇതിൻ്റെ ചട്ടങ്ങളുമായി ബന്ധപ്പെട്ട് അത് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷമുള്ള നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമുള്ള ആ കേസുമായി ബന്ധപ്പെട്ടും അദ്ദേഹം പോകുന്നു. അപ്പോൾ CAA സംബന്ധിച്ച് കോൺഗ്രസിൻ്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഞങ്ങൾ CAA-ക്കെതിരായി നടത്തിയിട്ടുള്ള സമര പരിപാടികളെ സംബന്ധിച്ചും അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനെ സംബന്ധിച്ചും സംസ്ഥാന സർക്കാർ ഏകദേശം 800-ലധികം കേസ് എടുത്തിട്ടുള്ളതിൽ 1700-ലധികം ആളുകളെ ഇതിൽ പ്രതിയാക്കിയതിൽ കേസുകളിൽ വളരെ തുലവും ഇതിൽ അടിസ്ഥാന പ്രശ്നം കേസുകളുടെ കാര്യത്തിലേക്ക് വരാം. അതിനു മുൻപ് ഈ സർക്കാരാണല്ലോ നിയമസഭയിൽ നിങ്ങളുമായി എല്ലാം ചേർന്നുകൊണ്ട് ഐകകണ്ഠേന ഒരു പ്രമേയം പാസ്സാക്കുന്നത്. അതിന്റെ സാധുത എത്രയാണ്? ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും യോജിച്ച ഒരു പ്രവൃത്തിയാണല്ലോ, അതിന്റെ സാധുത എത്രയാണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി എന്താണ്? അതിൻ്റെ സാധുതയെക്കുറിച്ച് വളരെ കൃത്യമായി കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് കോടതിയിൽ കേസുണ്ടായിരുന്നു. കോടതി പറഞ്ഞെന്താണ്, അത്തരത്തിലൊരു പ്രമേയം പാസ്സാക്കിയതിന് തെറ്റില്ല. അല്ലാതെ എന്തുകൊണ്ട് തെറ്റില്ല എന്ന് പറഞ്ഞതോ? കോടതി വെറുതെ അങ്ങ് പറയുകയല്ലോ ചെയ്തത്. അതൊരു അഭിപ്രായ പ്രകടനമാണ് എന്ന് മാത്രവുമല്ല, ഈ പറയുന്ന നിയമം അനുസരിക്കരുത് എന്ന് ആ പ്രമേയത്തിലൂടെ ആഹ്വാനം ചെയ്യുന്നില്ല. ഈ കാര്യത്തിൽ നിയമപരമായ നടപടികളിലേക്ക് പോകുക എന്ന് പറയുന്ന കാര്യമാണ് അതിൽ ചൂണ്ടിക്കാട്ടപ്പെടുന്നത്. അതിൽ നിയമവിരുദ്ധമായ ഒന്നുമില്ല എന്നാണ് പറയുന്നത്. അതിലെ പ്രതിഷേധം മാത്രമാണ് അറിയിച്ചത് എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. അത് തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ അത് തന്നെയാണ് പറയാൻ ആഗ്രഹിച്ചതും പറയാൻ വന്നതും. താങ്കൾ അത് പൂരിപ്പിച്ചു എന്ന് മാത്രം. ഏതായാലും ആ വസ്തുത അങ്ങനെ നിൽക്കുകയാണ്. ഇവിടെ നോക്കൂ, ഇവിടെ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ ഇതായിട്ട് പോകുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു മേഖല എന്ന് വെച്ചാൽ അത് ഈ മലയോര മേഖലയാണ്. ആ മലയോര മേഖലയിൽ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള തർക്കം, ആ കോൺഫ്ലിക്റ്റ് വളരെ വലുതാണ്. അതിനെ സംബന്ധിച്ച് എന്താണ് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിപ്രായം? ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, കേന്ദ്രത്തിന്റെ ഒരു നിയമം പാസ്സാക്കിയിട്ടുണ്ട്, ആ നിയമത്തിന് മുകളിലേക്കായി ഞങ്ങൾക്കായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇവിടെ അത്തരത്തിൽ CAA-യുമായി കൊണ്ടുവന്നതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ആയിക്കോട്ടെ, അന്നത്തെ ഉദ്ദേശിച്ച് സംബന്ധിച്ച് അങ്ങനെ പറഞ്ഞു പോയാണെങ്കിൽ വേണം നമുക്ക് ഒരുപാട് അങ്ങോട്ട് പറഞ്ഞു പോവാം. ഞാൻ പറഞ്ഞതിന്റെ കണ്ടന്റ് അതിന്റെ ആ നിയമത്തിന്റെ മനുഷ്യ സംഘർഷം അവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ പറയുന്ന മുസ്ലിം ഇതര എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷത്തിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുപോകാൻ പോകുന്ന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തന്നെ നമുക്ക് ഈ ചർച്ചയിൽ ഊന്നാം. ജ്യോതി, എന്റെ ചോദ്യം ഇതാണ്. ഇവിടെ നിങ്ങൾ ഈ സംസ്ഥാന സർക്കാരിനെ അസാധുവാക്കുന്നത് എങ്ങനെയാണ്? ഇവിടെ ഇപ്പോൾ കേരളത്തിൽ ഇത്തരം ആളുകൾ ആരുമില്ല എന്നൊരു വാദഗതി വയ്ക്കുന്നു. അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്കൊരു കേന്ദ്ര നിയമം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ എന്ന ഒരു സാധുത ഇതിന് പ്രത്യേകമായി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. ഇത് ശരിയല്ല. ഇപ്പോൾ ആദ്യത്തെ കാര്യം, കേരളത്തിൽ ഇത്തരക്കാരില്ലല്ലോ എന്ന്. ഇത്തരക്കാരുള്ള സംസ്ഥാനങ്ങൾക്കൊന്നും നിർവഹിക്കാൻ കഴിയാത്ത രൂപത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ്. അതല്ലേ ഈ പറയുന്ന ജില്ലാ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലുമുള്ള ഉന്നതാധികാര സമിതികളുടെ ഘടന. അപ്പൊ ഇതൊരു വലിയ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കുന്ന നീക്കമാണ്. അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് വേണ്ടേ ഒരു നിലപാടെടുക്കാൻ? അതിന്റെ ഗൗരവം ഉൾക്കൊണ്ട് തന്നെയാണ് വേണു ഞങ്ങൾ നിലപാടെടുത്തിട്ടുള്ളത്. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതി നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുക തന്നെ ചെയ്യും. ആ നിയമപരമായി നേരിടലിനെ സംബന്ധിച്ച് നമുക്ക് കോടതിയെ സമീപിക്കുക അല്ലാതെ മറ്റെന്താണ് മാർഗവും താങ്കൾ എനിക്കൊന്ന് പറഞ്ഞു തരും. ഞാൻ കേൾക്കാം. താങ്കളൊന്ന് പറയൂ, എന്താണ് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുക? ഞങ്ങൾ ചെയ്യാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് താങ്കൾ തിരിച്ചൊന്ന് പറയും. ഞാൻ കേൾക്കാം. താങ്കൾ പറഞ്ഞത് ശരിയെങ്കിൽ ശരി, അംഗീകരിക്കാം. ഞങ്ങൾ ആ നിലപാട്
കോടതിയിൽ പോകാൻ കഴിയുമോ ഇല്ലയോ, മറ്റെന്താണ്, ആകെ കോടതി മാത്രമാണ് ഇതിൻ്റെ അകത്തെ പോംവഴി? അങ്ങനെയല്ലല്ലോ ഈ വിഷയത്തെ കാണേണ്ടത്. അങ്ങനെയല്ല ഈ വിഷയത്തെ കാണേണ്ടത്. ഞാൻ അതുകൊണ്ടാണ് ചോദിച്ചത്, കേരളത്തിൽ ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നും അനധികൃതമായി ഇവിടെ താമസിക്കുന്ന ആളുകളില്ല എന്നൊരു വാദം നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്, ആണല്ലോ. അവിടെയാണ് ഒരു മറുചോദ്യം. ഇങ്ങനെ അനധികൃതമായി താമസിക്കുന്ന സ്ഥലമാണ് ബംഗാള്. ബംഗാളിൽ മമതാ സർക്കാരിന് ഇക്കാര്യത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാക്കിയിരിക്കുകയാണ് ഈ നിയമത്തിലൂടെ കേന്ദ്ര സർക്കാർ, ചട്ടത്തിലൂടെ, അല്ലേ? ആ ഗൗരവം ഉൾക്കൊണ്ട് എല്ലാവരും ഒന്നിക്കേണ്ട ഒരു വിഷയമാണിത്. സംസ്ഥാനങ്ങളെ തന്നെ എന്ന് വെച്ചാൽ എന്താണോ BJPയുടെ താല്പര്യം, അതിന് വിഘാതം നിൽക്കുന്ന സംസ്ഥാനങ്ങളെ മുഴുവൻ നിയമപരമായി റദ്ദാക്കുന്ന ഒരു നടപടി ഉണ്ടാകുന്നു. അതിന് എതിരായിട്ടുള്ള ഐക്യനിരയല്ലേ ഉണ്ടാകേണ്ടത്? ഇപ്പൊ ഇന്ത്യ സഖ്യത്തിന് മാത്രമാണോ ഒരു സാധുത? ഇതെല്ലാം തന്നെയും കൂട്ടായുള്ള ഈ BJP സർക്കാരിനെ പ്രതിരോധിക്കുന്ന വഴികളല്ലേ? അതിന് ആർക്കെങ്കിലും തർക്കമുണ്ടോ? താങ്കൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? ഇവിടെ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും, താങ്കൾ ഈ കേരളത്തിന്റെ പരിപ്രേക്ഷയിലേക്ക് മാത്രമായി നിർത്തേണ്ടതില്ല. ദേശീയ തലത്തിൽ ഉൾപ്പെടെ ഈ CAA-യുമായി ബന്ധപ്പെട്ട് പ്രക്ഷോഭങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്, പ്രതിഷേധങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട്, നിയമപരമായ വഴികൾ തേടേണ്ടതായിട്ടുണ്ട്. ഒരു തർക്കവുമില്ല. ആരെങ്കിലും തർക്കം പറഞ്ഞിട്ടുണ്ടോ? അപ്പോൾ താങ്കൾ എന്താ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്? ദേശീയ തലത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഇത്തരത്തിൽ മതത്തിന്റെ പേരിൽ പൗരത്വം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിന്റെ നിയമം വന്നപ്പോൾ തന്നെ നമ്മൾ അതിനെതിരെ പ്രതിഷേധം നടത്തിയിട്ടുള്ളതാണ്. ആ പ്രതിഷേധം ഏതെല്ലാം തലങ്ങളിലേക്ക് പോയിട്ടുണ്ടെന്ന് താങ്കൾക്ക് അറിയാമല്ലോ. ഞാൻ ഉൾപ്പെടെ, ഞാൻ വലിയ പ്രവർത്തകരൊന്നുമല്ല, ഞാൻ ഉൾപ്പെടെ വിദേശത്തുള്ള നമ്മുടെ മലയാളികളെ അഭിസംബോധന ചെയ്യാൻ ഒന്നിലധികം രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അത്രയ്ക്ക് ഗൗരവത്തോടു കൂടിയാണ് നമ്മൾ ഈ വിഷയങ്ങളെ കണ്ടിട്ടുള്ളത്, ഇപ്പോഴും കാണുന്നത്. അന്ന് കോടതിയിൽ വന്നപ്പോൾ കോടതിയിൽ കേന്ദ്ര സർക്കാർ എടുത്ത നിലപാട് എന്താണ്? ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് നിയമമേ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഞങ്ങൾ ചട്ടങ്ങൾ രൂപീകരിച്ചിട്ടില്ല. 4 ദിവസം കൊണ്ട് പാസ്സാക്കിയ നിയമം 4 വർഷം എടുത്ത് ചട്ടങ്ങൾ പാസ്സാക്കാനെങ്കിൽ അത് കൊണ്ടുവരുന്നത് തെരഞ്ഞെടുപ്പിന്റെ സമയത്താണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലേ ദിവസമാണ് കൊണ്ടുവരുന്നത്. അതിൽ രാഷ്ട്രീയമായ ലക്ഷ്യമാണ് അവരുടേത്. ഇതൊക്കെ നമ്മൾ ആരോടും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. അപ്പോൾ അത്തരത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഇത്തരത്തിൽ എന്താ പറയുന്നത്, രാജ്യത്തെ പൗരത്വം നൽകുക എന്ന് പറയുന്നത് ഭരണഘടനാ ലംഘനമാണ്. അതിനെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഏത് തരത്തിലുള്ള നിയമം കൊണ്ടുവന്നാലും അതിനെ അതിജീവിക്കേണ്ടത് ഓരോ പൗരന്റെയും അവകാശമാണ്. അതിന് ഏതറ്റം വരെ പോയി ആയാലും നമ്മളത് അതിനെതിരെ സമരം ചെയ്യേണ്ടതായിട്ടുണ്ട്, നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതിന് ആർക്കാ തർക്കം?